ഹായ് 3.5 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 840 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന വീടിന്റെ പ്ലാനും ഡിസൈനും അതോടൊപ്പം തന്നെ ആ ഒരു വീട് നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് വരുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ഞാൻ ഹനിരാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൊടുത്തിട്ട് ഞങ്ങൾ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. നേരെ വീട്ടിലേക്ക് കിടക്കും. വീടിന്റെ പ്ലാൻ 3D നോക്കുന്നതിന് മുമ്പായിട്ട് അത് നമുക്ക് ഈ വീടിന്റെ കോസ്റ്റ് എത്ര വരും എന്നുള്ളത് ആദ്യം തന്നെ നോക്കാം. ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നും അല്ല. നമ്മുടെ സ്പെസിഫിക്കേഷൻ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ റേറ്റ് കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. വീട് നിർമ്മാണത്തിന്റെ കോസ്റ്റ് അതിന്റെ ഏരിയ മാത്രമല്ല, മറ്റ് ഒരുപാട് ഘടകങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണ് അത് കൂടുന്നതും കുറയുന്നതൊക്കെ. അത് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് എത്ര വരുമെന്ന് നോക്കാം. 840 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. 2,95,000 രൂപയാണ് ഇതിന്റെ ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറയാം. അടുത്തായിട്ട് ഇതിന്റെ സൂപ്പർ സ്ട്രക്ചർ വർക്ക്, അതായത് വാർക്ക വരെയുള്ള കോസ്റ്റ് 5,70,000 രൂപ വരുന്നുണ്ട്. പിന്നീട് അതിന്റെ ഫിനിഷിംഗ് വർക്കുകൾ, അതായത് ടൈല്, പ്ലാസ്റ്ററിങ്, പെയിന്റിങ് 4,57,000 രൂപ. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്, അതുപോലെ ഡോർസ് ആൻഡ് വിൻഡോസ് 3,50,000 രൂപ. അപ്പോൾ ആകെ നമുക്ക് ഈ ഒരു വീടിന്റെ കോസ്റ്റ് വരുന്നത് 17,15,000 രൂപയാണ്. ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് അല്ല. നമുക്ക് പല രീതിയിൽ ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടാണെന്നുള്ളത് കൊണ്ട് എല്ലാ 1000 സ്ക്വയർ ഫീറ്റ് വീടും ഒരേ കോസ്റ്റ് ആയിരിക്കില്ല. അതായത് നമ്മളൊരു വീടിന്റെ ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് അതിന്റെ പ്ലാനിനനുസരിച്ച് അതിന്റെ കോസ്റ്റിലെ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ വീട് നിർമ്മിക്കുന്ന ആ ഒരു പ്ലോട്ടിന്റെ ആ ഒരു സോയിൽ കണ്ടീഷൻ അനുസരിച്ച് കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, ലൊക്കേഷൻ അനുസരിച്ച് കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പല ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മൾ പല വീഡിയോസ് ചെയ്യുന്ന സമയത്തും ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. ഈ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടും അതുപോലെ കുറവാണെന്ന് പറഞ്ഞിട്ട് കമന്റുകൾ വരാറുണ്ട്. അപ്പോൾ ഇതൊരു ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല. നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഒരേ റേറ്റിന് ഒരേ പ്ലാനിലുള്ള വീടുകൾ നമുക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഡിഫറൻസ് എങ്ങനെ വന്നാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് ഞാൻ പറഞ്ഞു 17,15,000 രൂപയാണ്. അപ്പോൾ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വീടിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്ന ഒരു പരിപാടി ഇല്ല. നമ്മൾ കൃത്യമായിട്ട് അതിന്റെ പ്ലാൻ, നമുക്ക് ആവശ്യമുള്ള ഡ്രോയിങ്ങുകൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ പറയുന്നത്. അപ്പോൾ ക്ലയന്റിന് മനസ്സിലാവും ഇത് ഇത്രയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന്റെ നമ്മൾ ആ ഒരു ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് ഏകദേശം നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് സോയിൽ ടെസ്റ്റ് ചിലപ്പോൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു കരിങ്കല്ലുകൊണ്ടുള്ള ഫൗണ്ടേഷൻ പറ്റാത്ത അവസ്ഥ വരും. അങ്ങനെ വരികയാണെങ്കിൽ കോസ്റ്റ് കൊണ്ടും കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പല ഘടകങ്ങൾ ഇതിൽ ഉണ്ട്. അല്ലാതെ നമുക്ക് ഒരിക്കലും വെറുതെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ആദ്യമേ തന്നെ പറയാനൊന്നും പറ്റില്ല. പല ആൾക്കാരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 2,000 സ്ക്വയർ ഫീറ്റ് ഇവിടെ കാണിച്ചിട്ട് 10 ലക്ഷത്തിന് 20 ലക്ഷത്തിന് വരെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആണ് എല്ലാ വീഡിയോസിലും ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത്. ഫൗണ്ടേഷൻ ബേസിൽ നമ്മൾ ആദ്യം വരുന്നത് എർത്ത് വർക്ക്. നമ്മൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് വാനം വരുന്നതിനായിട്ടുള്ള 11,000 രൂപ വരുന്നുണ്ട്. അത് നമ്മളൊരു ഹിറ്റാച്ചി കൊണ്ടുള്ള വർക്ക്, ചിലപ്പോൾ ഒരു ഫുൾ ഡേ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഒക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചിലപ്പോൾ 1-2 ലേബർ വേണ്ടി വന്നേക്കാം, വർക്കേഴ്സിന് വേണ്ടി വന്നേക്കാം. അപ്പോൾ ഒരു 11,000 രൂപയാണ് അതിൽ വരുന്നത്. പിന്നീട് കരിങ്കല്ലിന്റെ വർക്ക് 1,13,000 രൂപയോളം വരുന്നുണ്ട്. പിന്നീട് 65,000 രൂപ അതിന്റെ ബെൽറ്റ്. എർത്ത് ഫില്ലിങ്ങിനായിട്ട് 57,000 രൂപ. PCC ഫ്ലോറിങ് 47,000 രൂപ. ഇങ്ങനെയാണ് നമുക്ക് 2,95,000 രൂപ വീടിന്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഒരേ കോസ്റ്റ് വരില്ല. ഇപ്പോൾ മണ്ണിന്റെ ഒക്കെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു 4,000-4,500 രൂപയോളം ഒരു ലോഡ് റെഡ് എർത്തിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ 500 മുതൽ 1,000, 1,500 കിട്ടുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരേ റേറ്റിന് നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെ വീട് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ഇതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കാണുന്ന സമയത്ത് ഏകദേശം മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതിന്റെ ബ്രിക്ക് വർക്ക് 2,50,000 രൂപ. സിമെന്റ് ബ്ലോക്ക് കൊണ്ടുള്ള ഇതാണ് ഞാൻ പറയുന്ന റേറ്റ്. ലിൻഡൽ സൺഷെയ്ഡ് 86,000 രൂപ. റൂഫ് സ്ലാബ് 2,33,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സമയത്ത്, നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമുക്ക് 8,65,000 രൂപ കോസ്റ്റ് വരും. ഇനി അതിന്റെ പ്ലാസ്റ്ററിങ് 1,73,000 രൂപ. പെയിന്റിങ് 1,35,000. ടൈല് 1,48,000. അപ്പോൾ ഇതിൽ ടൈലിന്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ കുറഞ്ഞ ടൈലിലേക്ക് പോവാം, അതല്ല കൂടിയ ടൈലിലേക്ക് പോവാം. നമ്മൾ ആ ഒരു സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബജറ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലാതെ പല ആൾക്കാരും സ്ട്രക്ചറിൽ കോസ്റ്റ് കട്ട് ചെയ്യാനായിട്ട് നോക്കും. അതൊരിക്കലും ചെയ്യരുത്.
പിന്നീട് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് 2,10,000 രൂപ. ഇതിലും നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ബ്രാൻഡുകളുണ്ട്, പല പ്രൈസ് റേഞ്ചിൽ വരുന്ന. അപ്പോൾ ക്ലയന്റിന്റെ ബജറ്റ് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ നമുക്കിവിടെ കോസ്റ്റ് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡോർസ് ആൻഡ് വിൻഡോസ് ഇവിടെ 1,82,000 ആണ് ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് കൂടിയ മരത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് കോസ്റ്റ് കൂടും. പിന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റീലിന്റെ കേസ് തന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് മെച്ചം. അല്ലെങ്കിൽ പല ആൾക്കാരും ഈ തുരുമ്പ് പിടിക്കുന്ന കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നില്ല അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് WPC, UPVC പോലുള്ള മറ്റ് ഇതിലേക്കൊക്കെ മാറാവുന്നതാണ്. അപ്പോൾ ആകെ നമുക്ക് 17,15,000 രൂപയാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് റേറ്റ് 2,045 രൂപ. പല ആൾക്കാരും പറയും ചെറിയ വീടാണ്, പക്ഷെ ഇതിനാണ് അത്ര സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ട്. ഈ ചില ആൾക്കാരുള്ള തെറ്റിദ്ധാരണയാണ് ചെറിയ വീടാവുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി മതി എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു ചെറിയ വീടായാലും 500 സ്ക്വയർ ഫീറ്റിന്റെ വീടായാലും 2,500 സ്ക്വയർ ഫീറ്റിന്റെ വീടായാലും ക്വാളിറ്റി നമ്മളങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു 2 3 അല്ലെങ്കിൽ ഒരു 5 10 വർഷത്തേക്കൊന്നും വേണ്ടിയല്ലല്ലോ നമ്മൾ വീട് വയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റിയിൽ വീട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് സിറ്റ് ഔട്ട് വരുന്നുണ്ട്. അടുത്തായിട്ട് ഇവിടെ ലിവിംഗ് ഏരിയ, സോഫ, TV യൂണിറ്റ് ഒക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയാണ് കിച്ചൺ. 2 ബെഡ്റൂമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ ഒരു കോമൺ ബാത്റൂമും അതോടൊപ്പം തന്നെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ റൂം വരുന്നുണ്ട്. ഇത് വീടിന്റെ 2D പ്ലാൻ ആണ്. 345 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. 290 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ സൈസ്. 300 സെന്റിമീറ്റർ എന്ന അളവിൽ ഡൈനിനോട് ചേർന്ന് തന്നെ കിച്ചൺ വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 310 360 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 310 345 സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ്. ഈ ഭാഗത്തായിട്ടാണ് കോമൺ ബാത്റൂം വരുന്നത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ ഞങ്ങളുടെ ഓഫീസുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനും വീടിന്റെ പ്ലാൻ 3D പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് താഴെ കൂടുതൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ സാധാരണയായിട്ട് കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.